ഹലോ, അതിനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും വർത്തമാനം പറയാൻ വേണ്ടി വന്നേക്കാണ്. പക്ഷെ ഇപ്പോൾ പറയാൻ വന്നത് വർത്തമാനം പറയുന്നതിനെ പറ്റി പറയാൻ വേണ്ടി വന്നത് തുറന്ന് സംസാരിക്കുന്നതിനെ പറ്റി. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മളൊരു റെസ്യൂമൊക്കെ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെസ്യൂമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. പക്ഷേ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, ആർ യു ഹാവിങ് എ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്? പലരും കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഓർഗനൈസേഷൻ സ്കിൽ, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്. റെസ്യൂമിക്ക് അത് ചേർക്കാൻ പറ്റുന്ന വളരെ കോമൺ ആയിട്ടുള്ള കുറേ സ്കില്ലുകളിലൊന്നാണ്. പക്ഷേ ഹാവ് യു എവർ തോട്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് നിങ്ങൾക്ക് ശരിക്കും ആ സ്കില്ലുണ്ടോ എന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക, നന്നായിട്ട് പരസ്പരം സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് സ്കിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത്. എന്തൊരു ബന്ധമായിക്കോട്ടെ, ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്. എന്തൊരു കാര്യമാണെങ്കിലും തുറന്ന് സംസാരിക്കുക. ഏതൊരു റിലേഷൻ ആണെങ്കിലും, എല്ലാ റിലേഷൻസിൻ്റെയും ഒരു അടിത്തറ എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണെന്ന് പറയും. ഉറപ്പാണ്, ട്രസ്റ്റാണ്, അല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ ട്രസ്റ്റ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? തുറന്ന് സംസാരിക്കുന്നതിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തോ ആയിക്കോട്ടെ, നിങ്ങളൊരു എംപ്ലോയി ആണോ, നിങ്ങളൊരു എംപ്ലോയർ ആണോ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ, ഒരു പേരൻ്റ് ആണോ, ഒരു ഫ്രണ്ടാണോ, ഒരു പാർട്ട്ണറാണോ, ഒരു ഡോട്ടറാണോ, ഒരു സണ്ണാണോ, നിങ്ങൾ ആരാണെങ്കിലും ഇഫ് യു ഹാവ് എ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് യു ഗോട്ട് ഇറ്റ്. ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ കിട്ടിയ സമയത്ത് ഞാനിതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ മറന്നു പോയതുകൊണ്ട് തന്നെ ടോപ്പിക് എന്തായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നത് എനിക്ക് തോന്നുന്നു ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ പിന്നെ മറന്നുപോയതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഓർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത്, ആളുടെ വിവാഹം ഏകദേശം ഉറപ്പിച്ച് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത് കുറച്ച് ഭീതിപ്പെടുത്തുന്ന കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ആളുകൾ പങ്കുവെക്കുമ്പോഴാണ്. ആൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു, എന്ന് വെച്ചാൽ മാട്രിമോണിയൽ കണ്ട് വെച്ചാൽ അങ്ങനെയാണല്ലോ അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആരുടെ അറേഞ്ച് മാരേജിനൊക്കെ പോകുന്നത്? പക്ഷേ അറേഞ്ച് മാരേജിന് പോകുന്ന ആ വളരെ ചെറിയ പെർസെൻറ്റേജിൽ പെട്ട ഒരാളായിരുന്നു എൻ്റെ സുഹൃത്തും. അപ്പോൾ പുള്ളിക്ക് തുറന്ന് സംസാരിക്കാൻ ഒരു മടി. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു മടി. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളത്. പക്ഷേ ഈ തുറന്ന് സംസാരിക്കുക, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് സംഭവിച്ച ഒരു കാര്യമാണ്, എൻ്റെ ഈ സുഹൃത്തിന്. അപ്പോൾ ഞാൻ പലപ്പോഴും എന്നെ വിളിച്ച് സംസാരിച്ച വഴിക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നെ ചെയ്യണ്ടേ. ഞാൻ പറയാം നിങ്ങൾ സംസാരിക്കേ. അപ്പോൾ ആൾ കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നല്ലൊരു കമ്പനി ആവാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്ന ഒരാളാണ്, വർഷങ്ങൾ സമയം എടുക്കുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷത്തെ പരിചയമുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കാൻ പാകത്തിന് ഞാനുമായിട്ട് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വന്നത് പോലെ ഒരുപാട് സമയം എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം 4 മാസത്തിനുള്ളിൽ ഒരു കല്യാണം നടത്തുക എന്ന് പറയുന്നത് ആൾക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പെൺകുട്ടി അവരുടെ സൈഡെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ പുള്ളിക്ക് അതിൽ കുറച്ച് ഒബ്ജെക്ഷൻസ് ഉണ്ട്. പക്ഷെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ഇവർ രണ്ടുപേരിൽ ഒരാൾ തുറന്ന് സംസാരിച്ചേ പറ്റുള്ളൂ. പിന്നീട് ഒരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊരു പ്രശ്നമാകുന്നതിലും നല്ലതാണല്ലോ. എനിവേ ആ പെൺകുട്ടി തുറന്ന് സംസാരിച്ചു, അവരെ കല്യാണം വേണ്ടെന്ന് വെച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, അവർ തമ്മിലങ്ങ് യോജിച്ച് പോകുന്നില്ലായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ അന്നേരം ഞാൻ തമാശയ്ക്കാണെങ്കിൽ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വയലെന്താ അമ്പഴങ്ങ പുഴുങ്ങി വെച്ചിരിക്കുകയായിരുന്നോ, ചോദിക്കാൻ മേലായിരുന്നോ, സംസാരിക്കാൻ മേലായിരുന്നോ എന്നുള്ളത്. അപ്പം ഞാൻ അത് വെച്ച് കണക്ട് ചെയ്ത് ഞങ്ങൾ തമാശയ്ക്ക് പറയും കേട്ടോ, എനിക്ക് ഒരു ടോപ്പിക്കിനുള്ള ഒരു കണ്ടൻറ്റിനുള്ള സാധനം ഉണ്ട് എന്ന് ഞാൻ പറയും. പിള്ളേരെ പറയും നിനക്ക് എപ്പിസോഡായിട്ട് ഇറക്കാം എൻ്റെ കഥ എന്ന് പറയും. ഞങ്ങൾ തമ്മിൽ അതുപോലെയുള്ള ടോക്സ് ഉണ്ടായിട്ടുണ്ട്, സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് ആലോചിച്ചു നോക്കി, ഏത് ബന്ധത്തിൻ്റെയും ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം, ഒരു അടിത്തറ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നല്ല സംസാരം, തുറന്നുള്ള സംസാരം എന്ന് പറയുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു നമുക്കത് കഴിയാതെ പോകുന്ന, അല്ലെങ്കിൽ
നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സംഗതിയാണിത്. ഈവൻ ഞാനാണെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഭയങ്കരമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എങ്കിൽ പോലും ചില സമയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ എനിക്ക് മടി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തുറന്ന് സംസാരിക്കുന്നത് വഴി ഓക്കെ, ഇഫ് യു ആർ ഓപ്പൺ, നിങ്ങൾ തുടക്കത്തിലേ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബാധ്യതയല്ല ഒരിക്കലും. നിങ്ങൾ തുറന്ന് സംസാരിക്കാത്ത അല്ലെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബാധ്യതയാവും. അതെങ്ങനെയാണെന്നല്ലേ, അപ്പോൾ തുടക്കത്തിൽ അതിലൊരു കാര്യമാണ് നമ്മൾ നോ പറയുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാത്തിനോടും ഒരു യെസ്, ഓക്കെ, എന്ത് ചോദിച്ചാലും ശരി ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ശരി ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു യെസ് ആൻസർ കൊടുക്കുന്നത്. ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ നോ എന്നാണെന്നുണ്ടെങ്കിൽ വെളിയിലോട്ട് വരുന്ന യെസ് എന്നായിരിക്കും. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ നോ പറയേണ്ടി വന്നാൽ അത് നമുക്കൊരു ബാധ്യതയാണ്. നോ പറയണം, പക്ഷെ ഞാൻ എപ്പോഴും യെസ് അല്ലേ പറയാറ്, പിന്നെ എങ്ങനെ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അത് നമുക്കൊരു ബാധ്യതയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ നന്നായിട്ട് തുറന്ന് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് അതൊരു ബാധ്യതയാണ്. ഏതൊരു ബന്ധങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ബന്ധങ്ങൾ എനിക്ക് തോന്നുന്നു തുറന്ന് സംസാരിക്കുന്നത് വഴി കുറച്ചുകൂടെ ദൃഢപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ദൃഢമാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചില ബന്ധങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് തുറന്ന് സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു ബന്ധം, ഒരു വ്യക്തിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമൂഹവുമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് കുറ്റബോധം തോന്നേണ്ട ഒരാവശ്യമില്ല, ഒരു റിഗ്രറ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. കാര്യം നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഒപ്പീനിയനാണ്, നിങ്ങൾ ആരാണെന്നാണ്. നിങ്ങൾ ആരാണെന്ന് അറിയുമ്പോൾ ഒരു വ്യക്തി, ഒരു സമൂഹം നിങ്ങളെ വിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഡോണ്ട് ഡിസേർവ് യു, അല്ലെങ്കിൽ എന്താ പറയുക, യു ഡോണ്ട് ഡിസേർവ് ദം ഓർ ദേ ഡോണ്ട് ഡിസേർവ് യു. നിങ്ങൾ ആ ഗ്രൂപ്പിലായിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ബന്ധത്തിലായിരിക്കാൻ അർഹതയുള്ളവരല്ല. അത് ഒരിക്കലും നിങ്ങളുടെ കുറവല്ല. ദാറ്റ് ഈസ് ഗുഡ് ഫോർ യു. നിങ്ങൾക്ക് അർഹതയില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ അർഹതയില്ലാത്ത ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്നതിലും ബെറ്റർ ബി അലോൺ. തുറന്ന് സംസാരിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്നെ ഞാനൊന്ന് തുറന്ന് സംസാരിച്ചിട്ട് നഷ്ടപ്പെട്ട് കണക്കെടുക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അതെനിക്കും ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. തുറന്ന് സംസാരിച്ചതിലൂടെ നഷ്ടപ്പെട്ട കണക്കുകൾ എനിക്കും കൂടുതലുണ്ട്. പക്ഷേ എനിക്കതൊന്നും ഒരു ബാധ്യതയില്ല, എനിക്കതൊക്കെ ഒരു സമാധാനമാണ്. ഞാൻ തുറന്ന് സംസാരിച്ചു. ഞാൻ ഒരിക്കലും ആ ബേർഡൻ ചുമന്നുകൊണ്ടിരിക്കില്ല, എന്നാൽ ഒരു ഭാരം ചുമന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഞാൻ തുറന്ന് സംസാരിച്ചു, ഓക്കെ പോയി, ശരി ഫൈൻ, ഓക്കെ കുഴപ്പമില്ല, എനിക്ക് ആ ഒരു ബാധ്യതയില്ല. ഒരു പക്ഷേ ഞാൻ തുറന്ന് സംസാരിക്കാതെ ഒരു വ്യക്തിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമായിട്ടുള്ള ഒരു ബോണ്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തുകയാണ്. എനിക്കത് പറയണം എന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഞാൻ പറയില്ല. അവർ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ പറയാതെ എൻ്റെ ജീവിതകാലം മുഴുവൻ അതൊരു ഭാരമായിട്ട് കൊണ്ട് നടക്കുന്നതിലും നല്ലത് ഞാനത് തുറന്ന് സംസാരിച്ചു, പോയി, ശരി, അറ്റ്ലീസ്റ്റ് എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നു എന്നുള്ളൊരു കാര്യമെങ്കിലും അതിനകത്തുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ മാറ്റേഴ്സ്. നമ്മൾ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, ഒരു കാര്യം ബെറ്ററായിട്ട് കൺവേ ചെയ്യാൻ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൽ പല കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ മറ്റൊരാളെ ഇത് ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഇനി അവരെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്, ഓക്കെ പക്ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഹേർട്ട് ചെയ്യും. പക്ഷെ ഞാനിത് പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഹേർട്ട് ആയിക്കൊണ്ടിരിക്കും, ഞാൻ മുറിപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യുക, അത് നമ്മളൊരു ഡിലൈമയാണ്, ഒരു സൈക്കോളജിക്കൽ ഡിലൈമ എന്ന് പറയും അല്ലേ. രണ്ട് ചെറുപ്പാനെ കടലിൽ നടക്കുന്നൊക്കെ പറയും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹേർട്ടാവും, തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഹേർട്ടാവും. എന്ത് ചെയ്യാൻ പറ്റും? സോ ഓൾവേസ് മേക്ക് ഷുവർ യു ആർ ദ ഹാപ്പിയസ്റ്റ് ആൻഡ് യു ആർ നോട്ട് ബീയിങ് റിഗ്രറ്റഡ്. നിങ്ങൾക്ക് ഒരു കുറ്റബോധം അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നു, നമ്മുടെ പേഴ്സണൽ സന്തോഷമാണ് മാറ്റർ ചെയ്യുന്നത്. ചുറ്റുമുള്ളവർ നിൽക്കുമോ പോവോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ ആണ് വേണ്ടത്. ഇപ്പം
ഞാൻ പറയുന്നത് ഒരു ഒരു പാർട്ട്ണർ എന്നുള്ളൊരു ബേസിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾക്ക് പോലും കുട്ടികളോട് തുറന്ന് സംസാരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നത് എൻ്റെ ജനറേഷനിലെ ഒരു പ്രശ്നമായിരിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടെ ബെറ്ററാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേരൻസ് കുറച്ചുകൂടെ ബെറ്ററാണ്, നമുക്ക് കുട്ടികൾക്ക് ആ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വളർന്നു വന്ന സമയത്ത് എനിക്കിപ്പോൾ എൻ്റെ പേരൻസുമായിട്ട് സംസാരിക്കുന്നതിൽ എനിക്കതൊരു ബുദ്ധിമുട്ടല്ല, എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടല്ല. പക്ഷേ വെൻ ഐ വാസ് യങ്ങർ, ഞാൻ കുറച്ചുകൂടെ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സെൻസിൽ എടുക്കാത്ത കുറേ സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജനറേഷനിൽ ജീവിക്കുന്ന ആളുകളും എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അത് പറഞ്ഞേ, എന്തൊരു കാര്യത്തിലുള്ള നമ്മൾ തുറന്ന് സംസാരിക്കാതിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് നഷ്ടമാണ്, നമ്മുടെ സ്വത്വത്തെ നഷ്ടപ്പെടുകയാണ് നമുക്ക് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ തുറന്ന് സംസാരിക്കാതിരുന്നത് കൊണ്ട് നിർബന്ധിക്കപ്പെട്ട് കല്യാണം കഴിക്കേണ്ടി വന്ന ആളുകളുണ്ട്, നിർബന്ധത്താൽ ഇഷ്ടപ്പെടാത്ത കോഴ്സ് ചൂസ് ചെയ്യേണ്ടി വന്ന ആൾക്കാരുണ്ട്, നിർബന്ധത്താൽ ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ഓൾ ടുഗെദർ തുറന്ന് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇഷ്ടപ്പെടാത്ത ഒരു ലൈഫ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സംസാരിക്കുന്ന രീതി. ഓക്കെ, നിങ്ങൾ എങ്ങനെ ആളുകളോട് സംസാരിക്കും, മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുമോ, അവരെ ഹേർട്ട് ചെയ്യുന്ന സത്യങ്ങളാണെങ്കിലും പറയാതിരിക്കുക, അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. ചില സത്യങ്ങൾ, അല്ലേ, ഏത് സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ സത്യം കയ്പാണ് എന്ന് പറഞ്ഞു, ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ ആണെന്ന് തോന്നുന്നു. പക്ഷെ അന്നേരം പറയുന്നൊരു കാര്യമുണ്ട്, സത്യം കയ്പല്ല, നുണ അതിമധുരമായിട്ട് തോന്നുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നുണ അതിമധുരമായതുകൊണ്ട് സത്യം നമുക്ക് കയ്പായിട്ട് തോന്നുന്നതാണ് എന്നുള്ളത്. പക്ഷേ ശരി, കയ്പേറിയ സത്യങ്ങൾ എന്നൊക്കെ പറയും, അല്ലേ? ശരിക്കും പറഞ്ഞാൽ സത്യം കയ്പാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് സത്യം വെളിപ്പെടുത്തുന്നത് നമുക്ക് മുറിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, നമ്മളെ മുറിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ട്രൂത്ത് ഇസ് ട്രൂത്ത്, ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ലൈ. ഒരു കള്ളം പറഞ്ഞ് ഒരു ജീവിതത്തെ മുഴുവൻ മറയ്ക്കുന്നതിൽ നല്ലതാണ് സത്യം തുറന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തുറന്ന് സംസാരിച്ച് മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പം നന്നായിട്ട് സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക, your life will be happiest. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ശരിയാണ്.